നിലവിലുള്ള ഈ 17 ഒത്തുതീർപ്പ് കണ്ടീഷനുകളുണ്ടല്ലോ, ഇതിൽ എവിടെയാണ് നിങ്ങൾക്ക് വിയോജിപ്പുള്ളത്? ആദ്യത്തെ 2 ഭാഗം ഒഴിച്ചാൽ. ഇല്ല സാർ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് SFI ആയിട്ട് വിയോജിക്കേണ്ട വിഷയങ്ങളില്ല. ഇവിടെ ASF-നായിട്ടും KSU ആയിട്ടും SIO ആയിട്ടും എല്ലാ MSF ആയിട്ടൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് എന്റെ സംശയമില്ല, ഈ ഒത്തുതീർപ്പിന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ആദ്യത്തെ 2 ക്ലോസ് ഒഴിച്ചു നിർത്തിയാൽ അംഗീകരിക്കാൻ പറ്റൂല്ലോ? അല്ല, ആദ്യത്തെ ഈ രാജി എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും നിൽക്കില്ല. മീൻസ് ഈ രാജിയാണ് ഇപ്പോഴും ASF-ന്റെ മുമ്പിലെ പ്രധാനപ്പെട്ട രാജി വെക്കുക തന്നെയാണ് ആദ്യം മുതൽ. ഈ രാജി അവർ വെക്കുന്നില്ലെന്ന് കരുത്, എന്ത് ചെയ്യും? സമരം മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തേക്ക് ലോ കോളേജിൽ, ലോ അക്കാഡമിയിൽ ലക്ഷ്മി നായർ വരില്ല. അധ്യാപികയായിട്ട് പോലും ഉണ്ടാവില്ല. ഇന്റേണൽ നിയന്ത്രിക്കാൻ പോലും അവർ വരില്ല. അതൊരു വലിയ വിജയമല്ലേ? അല്ല, ഇനി ഒരിക്കലും അവർ ആ കലാലയത്തിന്റെ പ്രധാന അധ്യാപിക ആകരുതെന്നാണ് ASF-ന്റെ നിലപാട്. ഞാനൊരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക. ജോയ്സിന്റെ ആ വാദം പൊളിഞ്ഞു പോകുന്നത് ഇവിടെയാണ്. അവർക്ക് PhD ഉണ്ട്. അവർ ലോയിൽ 1ാം റാങ്ക് കിട്ടിയ സ്ത്രീയാണ്. സർവകലാശാലയുടെ ചട്ടങ്ങൾ അനുസരിച്ച് LLB-യും LLM-ഉം പാസ്സായി ഗവേഷക ബിരുദമുള്ള ഒരു സ്ത്രീയാണ്. ഇവർക്ക് നിലവിലുള്ള സർവകലാശാല ചട്ടം അനുസരിച്ച് ഏതെങ്കിലും സർവകലാശാലകളിൽ പഠിപ്പിക്കാം. കേരള സർവകലാശാലയുടെ ലോ ഡിപ്പാർട്ട്മെന്റിൽ ഇവർ പഠിപ്പിക്കാൻ വന്ന് ലോ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആവുകയും അതുവഴി ഡീൻ ആവുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഞങ്ങൾ ഇപ്പോ ഉന്നയിച്ചിരിക്കുന്ന എന്ത് ചെയ്യും? ലോ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ടല്ല. അവര് ഇവരിപ്പോ പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ HOD ആണ്. നാളെ സർവകലാശാലയുടെ HOD ആവാൻ ഇവർക്ക് നിയമപരമായ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അല്ല, ക്വാളിഫിക്കേഷൻ അവർ ഡിസ്ക്വാളിഫൈ ആകുന്നത് പ്രസക്തമായ ഭാഗം ഇതിലാണ് SFIയുടെ പ്രസക്ത ഭാഗമാണ്. ഇതാണ് SFIയുടെ പോയിന്റ്. ഞാൻ ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. വിഷയം അല്ലാതെ ഒരു സ്ത്രീ അവിടുന്ന് മാറി എന്നാൽ വിഷയങ്ങൾക്ക് പരിഹാരം കാണില്ല. നയം മാറിയാൽ മാത്രമേ വിദ്യാർത്ഥികളുടെ പീഡനം അവസാനിക്കൂ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്റേണൽ മാർക്ക് വിഷയമായാലും അറ്റൻഡൻസ് ആയാലും മറ്റേത് വിദ്യാർത്ഥികൾ പീഡനത്തിന് ഇരയാവുന്ന ഘട്ടത്തിലായാലും അത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങളുടെ SFI ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ആ തരത്തിൽ പ്രായോഗികതയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. അടുത്ത കാലത്ത് SFI നേടിയെടുത്ത സമരത്തിലെ ഏറ്റവും പ്രായോഗികമായ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഇതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റില്ല. ഇതിൽ കമന്റ് വന്നു വെക്കുന്ന ഒരു പ്രേക്ഷകൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഡയലോഗ് അടിക്കാതെ ഇതിനപ്പുറം ഒരെണ്ണം നേടിയെടുത്ത് കാണിക്കണം.